Okay, no one's awake. Good evening, children. Good evening. Oh, looks like the children are ready to roll. Entry music, please. Good evening, one and all, and welcome to the annual Sunday School event hosted by me. I'm your host, Tanya Burnett, and I will make sure that your day is fantastic. Tanya, stop. You've come to the wrong place. What? Over here, the only person who deserves all importance is Jesus, not you. Please note, the shows performed hereon are not for the glory of man, but only for the glory of God. Please be reminded to start with a prayer. Okay, then let's start with a prayer. Yes, let's ask God to be the center of all it. Pastor George, can you please lead us in prayer? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ചാട്. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കോണം കർത്താവ് നമ്മളെ കൂട്ടിവരുത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം അനുഗ്രഹമായി തീരുവാൻ അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തക്കോണം കർത്താവ് അവരെ ധാരാളമായിട്ട് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും സ്നേഹത്തിൻ്റെ ഉറവിടമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചില ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഈ ഹോളിനുള്ളിലായിരിക്കാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ടും കരുണയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൻ്റെ ദാനമാണ്, അവർ നീ നൽകി തന്നിരിക്കുന്ന പ്രതിഫലമാകിയാൽ ഞങ്ങളങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ ദൈവകൃപയെ വളർത്തുവാൻ സ്വർഗം നൽകി തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് കർത്താവെ അങ്ങയെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഒക്കെയും കൊടുത്തിരിക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ സൺഡേ സ്കൂളായി ക്രമീകരിച്ചിരിക്കുന്നതായ ഈ മീറ്റിംഗ് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അപ്പാ, അങ്ങോട്ട് നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ തിരുനാമം ഉയരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കുവാൻ, യേശു വളരുവാൻ, അവർ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിനെ മറ്റുള്ളവർ കാണത്തക്കവണ്ണം അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ സ്വർഗമിടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമും അത് ദൈവനാമത്തെ മഹത്വത്തിനായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായി മാറുവാൻ സ്വർഗം സഹായിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ഓരോ പൈതങ്ങളെയും അങ്ങയുടെ ബലമുള്ള ഭുജങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമായി, ഒരു വഴിയുടെ കർത്താവിനോട് അടുക്കുന്ന ദിവസമായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. തൃപ്പാദപുരത്തേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Now we invite Romy uncle to give us the welcome speech. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും നമുക്ക് ആനുവൽ പ്രോഗ്രാമായിട്ട്, പിള്ളേരുടെ ആനുവൽ പ്രോഗ്രാമായിട്ട് കടന്നു വരാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിള്ളേർക്ക് നല്ല സന്തോഷമാണ് ഇങ്ങനൊരു എല്ലാവരും കൂടി വരാനായിട്ട്. അവർക്ക് തന്നെ എന്തൊരു ഉത്സാഹമായിരുന്നു അറിയാം. എല്ലാ കാര്യത്തിനും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചിന്തിച്ച് അവരുടെ സന്തോഷം കാണുമ്പം അത് ഇങ്ങനെയുള്ള പ്രോഗ്രാം എന്തോ എന്നുള്ള, ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ എന്തോ നല്ല അർത്ഥവത്തുള്ളതാണോ എന്ന്. പക്ഷേ ഇതിനകത്ത് ഒരു നല്ല മെസ്സേജുണ്ട്. അവർക്കൊന്ന് കൂടി വരാനും അവർക്ക് സന്തോഷിക്കാനും അതുപോലെ അവരെ ആ ഒരു സ്നേഹം, അന്യോന്യം സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെയുള്ളൊരു വലിയൊരു അവസരമാണ് ദൈവം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ആ ഒരു നല്ല ടീച്ചേഴ്സിനായിട്ടും എല്ലാത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ കടന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിള്ളേർക്ക് വലിയ സന്തോഷം. അവർ നിങ്ങളെല്ലാവരും വന്ന് കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ പ്രോഗ്രാം ഏറ്റവും നല്ലതാക്കുന്നതിനെ സ്തോത്രം. അത് ഈ ഓരോ പ്രോഗ്രാം ചെയ്യുന്നത് അവർക്കൊരു വലിയൊരു മെസ്സേജ്, അവർക്കൊരു സന്ദേശം അവരുടെ ഉള്ളിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൊവേർബ്സ് 2:26 എനിക്ക് പറയുന്നത്, ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ ആൻഡ് ഈവൻ വെൻ ഹി ഈസ് ഓൾഡ് ഹി വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഇറ്റ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ യേശുവിനെ കൊടുക്കണം. പ്രയാസങ്ങൾ എന്തൊക്കെ ചാലഞ്ചസ് അവർക്ക് മുന്നോട്ട് വന്നാലും അവർ ധൈര്യമുള്ളവരായിട്ട് തീരാൻ, നല്ല കുഞ്ഞുങ്ങളായിട്ട്, ധൈര്യമുള്ളവരായിട്ട്, ദൈവസ്നേഹമുള്ളവരായിട്ട്, അന്യോന്യം സ്നേഹിക്കുന്ന കരുതുന്ന പിള്ളേരായിട്ട്, ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിട്ട് തീരാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. അത് ദൈവദൂതൻ
ഗിദെയോനെ വിളിച്ചതുപോലെ ഓ വാലിയൻ വാരിയേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവർ കർത്താവിൽ വേരൂന്നി എന്ന് പറഞ്ഞാൽ കർത്താവിൽ ആശ്രയിച്ച് നല്ല ഫലം കഴിക്കാൻ, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്സ് അവരിലുണ്ടായിരിക്കാൻ അവരെ ദൈവം സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം ഏറ്റവും നല്ലതായി തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ദൈവനാമത്തിൽ. God be exalted. Tell your neighbor, God be exalted. Now all of you all together on the count of 1, 2, 3. God be exalted. Joanne, I'm sorry for taking all the glory. Do you think God would forgive me? Sure, Tanya, but only if you repent. My friend Arun will tell you more about it. Praise the Lord. I'm standing in front of you to meditate on Psalms 51. Now let us all pray for a minute. യേശു എന്നെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അത് എനിക്കൊന്നും അറിയില്ല, അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കണം യേശുപ്പച്ച. ഇന്നിവിടെ കൂടി വരുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങ് വിടുതൽ നൽകണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. I take this opportunity to thank God, Pastor George and Romy Uncle for giving me this platform. Now, in this psalm, it is a story when Prophet Nathan went to David when he went to Bathsheba. In the beginning, the psalm, we can see that David is praying ardently to God for asking forgiveness. So he asked for God to cleanse him from his iniquity and to wash him thoroughly from his sins. Now, do you know what differentiates David from the others? David, when many fell down to sin, David used to repent and acknowledge his sins. This psalm is a prayer of repentance, because repentance and renewal of mind is what our God desires. He wants to live in us, and he likes to live in us, but he cannot live in an unclean place. As we are in this world, we will be tempted to do mistakes. There is a saying, to err is human, but to forgive is divine. So whenever we do a mistake, we should not hesitate to go to our Father in heaven, who has loved us with his everlasting love. He knows our weakness and our strength. He will never leave us. He will help us to grow more in our life when we repent. The greatest sin is that when we do a sin, we do not repent and we do not ask for forgiveness. Just like the story of the prodigal son, when he returns to his father after repenting. So when we go to our Father after repentance, he will embrace us and he will forgive us, and he will provide us the necessary things that we need in our life. In the verse 6 of this Psalms 51, David is talking about the transferred sin. That is the sin of our forefathers, normally known as the Adam's sin. So this sin will be upon us even if we don't do it actually. To redeem us from that sin, we must actually repent and accept Jesus Christ as our Lord and our Savior. Because he is the one who has paid our debts in the cross by shedding his blood. So when we accept Jesus Christ as our Savior, he will mark us with the Holy Spirit. Now there was an incident in US when the Abraham Lincoln was the president. In US there was a civil war, and Abraham Lincoln called for a day of repentance, prayer and fasting. And this thing changed the situation in the US, and it helped him in winning the civil war. So let us submit ourselves to our God to wash our sins so that we will be whiter than snow and we will have a clean heart. God bless you. Thank you. Now maybe Arun's right. I have done the sin of taking the glory that was not mine. Maybe I should ask God to forgive me. Dear Lord, create in me a clean heart and let your Holy Spirit live within me.
that I may always know to do what's right in your sight. Amen. Joanne? Joanne? What are you doing? എന്താ ചെയ്യുന്നേ? Fruits? ഇതിനകത്തോ? Ade, Pastor told us that we have to always have the fruits of the Spirit with us. So, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് തപ്പുമായിരുന്നു. ഒരു തേങ്ങ, ഒരു മാങ്ങ, കുറച്ച് grapes. fruit of the Spirit. എൻ്റെ പൊന്നു മോളെ, even the small kids know what the fruit of the Spirit is. പിന്നെ I am telling you, they know. Come, we'll watch what the kids tell us the fruit of the Spirit is. And Okay. even our friend Alina will join us. The fruit of the Spirit's not a coconut. Fruit of the Spirit's not a coconut. If you want to be a coconut, you might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Oh, the fruit of the Spirit's not a banana. The fruit of the Spirit's not a banana. You want to be a banana? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Oh, the fruit of the Spirit's not a watermelon. The fruit of the Spirit's not a watermelon. You want to be a watermelon? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Oh, the fruit of the Spirit's not a lemon. The fruit of the Spirit's not a lemon. You want to be a lemon? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Oh, the fruit of the Spirit's not a cherry. The fruit of the Spirit's not a cherry. If you want to be a cherry, you might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Okay, everybody knows that grapes come in bunches, so everybody get in big bunches. The fruit of the Spirit's not a grape. The fruit of the Spirit's not a grape. You want to be a grape? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. The fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. The fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Now, church, what is the greatest force on earth? Yes, love is the greatest force on earth. And one more question, church. How many of you know 1 Corinthians chapter 13 by heart as a whole? Well, I don't think so. The church knows it, but our kids here knows it. So give a big round of applause for them. 1 Corinthians 13 verses 1 to 3. If I speak in the tongues of men and of angels, but have no love, I am just a resounding gong or a clanging cymbal. If I have the gift of prophecy that can fathom all mysteries and all knowledge, and if I have the faith that can move mountains but have no love, I am nothing. If I give all I possess to the poor and surrender my body to the flames, but have no love, I gain nothing. Love is patient and kind. Love is patient and kind. Love does not envy or boast. It is not arrogant or rude. It does not insist on its own way. It is not irritable or resentful. It does not
rejoices at wrongdoing, but rejoices with the truth. First Corinthians 13, 5, 6, 7, 8 and 9. It always protects, always trusts, always hope, always persevere. Love never fails, but where there are prophecies, they will cease. Where there are tongues, they will be still. Where there is knowledge, it will pass away. For we know in part, and we prophesy in part. When completeness comes, what is in part disappeared. When I was a child, I thought like a child. I thought like a child. I reasoned like a child. When I became a man, I put my ways for the childhood behind me. For now we see in a mirror dimly, but then face to face. Now I know in part, then I shall know fully, even as I have been fully known. 1 Corinthians 12:13. And these three remain, faith, hope, and love, but the greatest these is love. How? വയറുന്നറിഞ്ഞു. But is all of this possible? I mean, I can't love someone who hates me. I can't be so righteous. ചുമ്മാ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ആരെ കൊണ്ടും പറ്റത്തില്ല. Have you even wondered how the apostles of the Bible survived? You know, Alina, they have been through really tough times. പോടി, ഇതൊന്നും ഞാൻ ഈ പണിക്കില്ല. നീ വേണേ വിശുദ്ധിയായിട്ടൊക്കെ അങ്ങ് ജീവിച്ചു. Oh, come on, Alina. Let's know whether we can earn something from the apostles. Hey, come here. What's this? Hey, let's go see what they're doing. Okay. Hey, they are coming. Show it to us also. Go away. You people are too religious. We are alone. We are separated. I wish even I could see what they're doing. I wish I could have a glimpse of it. I cannot be a proper Christian among them. It's really tough. Yeah, just because you're a Christian, you can't enjoy at all. Yes, whenever they talk about movies and songs, I cannot relate at all. And whenever my friends go to mall or something, they think I'm too dumb and so religious. My parents keep telling me that I'm separated and different, but that doesn't mean I can't have fun. I wish I knew how to be a proper Christian. Yes, even me. Let's ask God what to do. He will surely strengthen us. Let's spend some time in prayer. Sure. When I was praying, God told me to think about Peter and John. God be with you. I'm Apostle Peter. Even though I face many troubles, the love of God kept me away from them. And God gave me the responsibility to take care of His sheep. But the world rejected me. They crucified me upside down. But I'm very happy since I'm with Jesus now. But how did you lay aside all your other enjoyments? Didn't people tease you? Because of the reason that I love Jesus, my priority was Him alone. Now I introduce my brother in Christ, John. I'm John, the apostle of Jesus. I love to be with Jesus. When I was with Jesus, I didn't care what I said. And I loved to lean on the chest of Jesus and to listen what He speaks. I became a witness of Him. And due to that, I was thrown into boiling oil. But God saved me from both the deadly island of Patmos and boiling oil and revealed His glory. Oh, now we understand. We lack the love for God. Pray to your Father. He will grant you with His love and grace. Thank you, God, for showing us the right way. Now we Submit our lives into your mighty hands. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാ വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാ നല്ല പോരാട്ടം പോരാടി. Hi guys,
What's your plan for this weekend? Nothing much. മൂവിക്ക് പോവാൻ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? Even I have something with me. You know, I don't watch movies. Even my parents don't. I'm a God's child. God's child? Yes, I'm a God's child. I'll tell you about Paul the Apostle. He used to persecute Christians. But the real love of God made him God's disciple. He was a rich person, but still he considered every worldly things as worthless. Even though he was told that he would be beheaded, he was not upset because the real love of God was impacted on him. So look at his life. His focus was on an eternal life. So today, we can follow Jesus as our Lord and Savior. We all decide to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. No turning back. No turning. So, God's love is the only solution to lead a righteous life. That's very simple. Because I love a lot of people. Like, I love my dad, I love my mom, I love Alina, I love Melna. What? Come, I'll show you what God's love really is. യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ സിയോൻ മണവാളൻ യേശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ മതിയായവനേ പ്രിയനേ സ്തുതി ചെയ്യുക അല്ല പാസ്റ്റേ എന്നോട് പ്രസംഗവിഷയം എന്തായിരുന്നു? സഹോദരൻ മറന്നുപോയോ പരസ്പര സ്നേഹത്തെ പറ്റിയില്ല ഇന്ന് പറഞ്ഞത്? പാസ്റ്റേ നമ്മുടെ സോളൻ പാസ്റ്റർ പോലത്തെ BMW കാറൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ദൈവം എല്ലാവർക്കും BMW കാറാണ് കൊടുക്കണേ. ഇങ്ങനൊന്നും ചോദിക്കരുത്. ബൈബിളിൽ ഒരിടത്തും പാസ്റ്റർമാർ BMW കാർ വാങ്ങിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ ഇതാരൊക്കെ എടുക്കണേ? ആരെങ്കിലും അറ്റാക്ക് ചെയ്തായിരിക്കും തോന്നുന്നല്ലോ. സഹോദര, ഒരു വിശ്വാസി അയ്യോ എന്നൊരു വാക്ക് ഉപയോഗിക്കരുത്. സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയണം. സ്തോത്രം ഹല്ലേലൂയ. മട്ടും പാവം കണ്ടിട്ട് വിശ്വാസിയാണെന്ന് തോന്നില്ല. യേശു ക്രിസ്തു രക്ഷകനായി സ്വീകരിക്കുമോ? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമോ? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമോ? ഇയാൾക്ക് രക്ഷ പ്രാപിക്കാൻ മനസ്സിലും മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലേഹേമിൽ മഞ്ഞു പൊതിയുന്ന മാമരം അച്ചു ഈ ക്രിസ്മസ് വല്ല സമ്മറിലായിരുന്നു കൊള്ളായിരുന്നു. നീ ഇങ്ങനെ എടോ കപ്പിയാരെ, നീ ഇങ്ങനെ സംസാരിക്കാതെ നീ എന്തുവാ സഭാചരിത്രം മാറ്റി എഴുതാൻ പോവാ? അച്ചു ഇന്ന് എന്തായിരിക്കും ഭക്ഷണം? ഊണൊന്നും വേണ്ടായിരുന്നു. കാഫ്സിയോ പിസയോ മതിയായിരുന്നു. സഹോദര, മഴ ഭക്ഷണം കഴിക്കാനല്ല കുർബാനയ്ക്കാ പോകുന്നതെന്ന് ഓർക്കണം. ഇവിടെ ആരോ കിടക്കുന്നുണ്ടല്ലോ. ഓ, അതാരാണ്ട് വെള്ളം അടിച്ചു കിടക്കുമായിരിക്കും. ബ്ലഡ് വരുന്നുണ്ടല്ലോ. ഓ,
കുർബാന തുടങ്ങുന്ന സമയം ഞാൻ താമസിച്ച ഒരു പുതിയ അച്ഛനും വിളിക്കും ഒരു ഗ്രൂപ്പും ഉണ്ടാക്കും. ആ പാടും നമുക്ക് പോവാം. പിന്നെ അവിടെ ചെന്നിട്ട് പറ്റുവാണ് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാം. മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചും Did you enjoy the movie? Oh, yes, the music was so fabulous. See, somebody is lying. Archa, say somebody is lying. Somebody's lying? Let's take a selfie. Oh, wait, let me pose. What will we do with this man? I have already posted it on Facebook. My friend is online. Let me update the movie to her. Okay, let's go. അയ്യോ പാവം, ആരോ കിടക്കുന്നല്ലോ, രക്തമൊലിക്കുന്നല്ലോ, ആരോ അറ്റാക്ക് ചെയ്തതാ തോന്നല്ലോ. സഹോദര സഹോദര, ബോധം പോയി തോന്നല്ലോ. ബാ സഹോദര, ബാ. സ്നേഹത്തിലെന്നു നാം ചെയ്യുന്നതൊക്കെയും നിത്യസമ്മാനം പകർന്നു നൽകും. മർത്യർക്കു ചെയ്യുന്ന സേവനമോ. So, who do you think is a good Samaritan? The one who attends a prayer, hears the word, but does not do it? Or the one who is busy in the worldly things and in many other things? Or the one who actually with their deeds helps the one in need? Well, it's the one who helps the one in need. Good job, mate. God will honor you. Joanne, do you know someone who was a good neighbor to all of us? Ara, I'll look the Thomas no. What? Adara? I was talking about our Lord Jesus Christ. He died for us while we were still sinners. But what joy is that? Everyone over here looks so depressed. What joy is that? What does that mean? You know what? Luke chapter 2 verse 10 says that the angel of the Lord said unto them, Fear not, for I bring you good tidings of great joy for one and all. Now, our brother Johan will tell us more about great joy. Johan? Brother Johan? He will tell us about great joy. Okay. Praise Lord. Greetings to all in the name of our Lord and Savior Jesus Christ. For today's thought, let's read a verse. Luke chapter 2 verses 10. And the angel said to them, Fear not, for behold, I bring you good news of great joy that will be for all the people. We all know about the occasion of birth of Jesus Christ, and it has been a great joy for all of us. What do you mean by the word joy? It's the feeling of great happiness. And the next question which comes to our mind will be, how can we experience this great joy? There is only one single answer to this, Emmanuel, God with us. If God is there with us, then only we will be able to experience this great joy. In Isaiah 49:15, it says, We are carved on the palm of his hands, and he will not forget us. In Malayalam it says, Sarvashaktana Devam Namodu Kode. God has promised us that he will never forsake us, whether it might be our trials or temptations. God has promised that he will be there with us in all our ways. In Psalms 55:22, it says, Cast your burdens upon him because he cares for you. In order that God will reside in us, we need to cleanse our hearts from all the thoughts. In Galatians 5:22, as we have already heard, it says about the fruit of the Spirit are love, joy, peace, long-suffering, kindness, goodness, faithfulness, gentleness, and self-control. So we can understand that joy is one of the fruit of the Spirit.
So how can we achieve this fruit of the Spirit, joy? In John 15:5 it says, "Whoever abides in me and I in him, he it is that bears much fruit. If God abides in us, we will bear much fruit." So if we want joy, we need to abide in God's word, and that's very important for us. In Romans 8:32 it says, "Because God our heavenly Father is in control of our lives, and he has paid his own son Jesus for us. If we ask anything in his name, he will give us." And in James 1:5 and 6 it is said, "If any of you lacks wisdom, he should ask God, who gives it generously to all without finding fault, and it will be given unto him." But if we ask anything in his name, we should believe that God will give it to us, and we should have the faith in Jesus Christ. Amen. In John 1:12 it says, "But to all those who did receive him, he gave the right to become the children of God." So God has given us all the right to become the children of God. When Jesus Christ was born, Joseph and Mary did not have a place to lay their child. So they were knocking each and every door. In this manner, Jesus Christ has been knocking in each and every one of our hearts so that he can be born in them and they can experience this great joy. So let's welcome Jesus into our hearts by accepting him as our Lord and Savior. So to conclude the message, let's come back to the question which I asked at first. How can we experience this great joy? So every one of us will have an answer to this now. So in order to experience this great joy, God should be there with us. We need to abide in God's word. We need to have faith in him. Above all, we need to accept Jesus Christ as our Savior. May God bless you all and fill you with this great joy. Amen. This is the good news of great joy that God has given us. God took the form of a man so that he would remove our sins away from us. And Jesus also set an example by living a life without temptation. So here is a demonstration for you about the great joy that God has given us. Wait, are you joyful? Still depressed? If you're joyful, say amen. Once more, amen. I am the creator of this beautiful world. How beautiful it is. I'll create an ant. Not correct. Okay. Perfect. Now, go ant into the world. Not there. Go here. He's going that way. Stop, ant. There's danger. There's danger. He's going over my hand. It's impossible to talk to him. I will change myself in an ant. Hello. Who are you? I'm the way, truth, and the light. You are my guide. I have to follow you. Yes, follow me. Oh, otherwise I will fall into danger. You go forward. What did we understand from this? Let's read Philippians 2, verse 6 to 8. Though he was God, he did not consider, demand, and cling to his own right as God. He made himself nothing. He took the humble position of a slave and appeared a human form. And in human form, he obediently humbled himself even further by dying a criminal's death on a cross. യേശുക്രിസ്തു ഈ ലോകത്ത് എന്തിനാ വന്നത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള ഉദ്ദേശം മനസ്സിലാക്കാതെ സാത്താൻ്റെ വശീകരണത്തിൽപ്പെട്ട് നാശത്തിലേക്ക് പോകുന്നത് കണ്ട് മനുഷ്യനെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനായി എങ്ങനെ ജയത്തോടെ ജീവിക്കണമെന്നും കാണിച്ചു തന്നു. ആ മാതൃക നമുക്കെല്ലാവർക്കും പിന്തുടരാം. താങ്ക് യു. All those who are joyful again, say amen. But Joanne, didn't Jesus come into the earth and then go back to heaven and leave us all alone? Aren't we on our own now? No, Tanya, God has given us His Holy Spirit. He will guide us and He will tell us what to do next. But how? Like, seriously? His Holy Spirit inside us?
Yes, come, let's find out. Oh no, I failed. I'm useless. I can't face my parents. They will throw me out. Want some drinks, brother? More drinks? It ruined my life. Go away. See this movie and have fun. Movies? I wasted my whole life on that. Now leave us alone. I'm tired of this world. There's no peace, no joy, no love. Everything is fake. I'm fed up with this world. I'm fed up. How can she sit like this when there is so much of chaos around us? What are you reading? This is the Bible. This gives us peace. Join me. I am reading 1 John 1 verse 1 to 7. That which was from the beginning, which we have heard, which we have seen with our eyes, which we have looked at and our hands have touched. This we proclaim concerning the word of life. The life appeared, we have seen it and testified to it. And we proclaim to you the eternal life, which was with the Father and has appeared to us. We proclaim to you what we have seen and heard, so that you may also have fellowship with us. And our fellowship is with the Father and with His Son, Jesus Christ. We write this to make our joy complete. This is the message we have heard from Him and declare to you. God is light. In Him there is no darkness at all. If we claim to have fellowship with Him, yet walk in the darkness, we lie and do not live by the truth. But if we walk in the light, as He is in the light, we have fellowship with one another, and the blood of Jesus, His Son, purifies us from all sin. Jesus is love. Let us kneel down before Him. ആരാധിക്കും ഞാൻ പൂർണ്ണ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ
രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും Liar! 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 You are cheating people and often let them in a deeper state. How can you say that you have a peaceful mind now? My dear children, repeat after me. 1 Corinthians 15:57. But thanks be to God, who gives us victory through our Lord Jesus Christ. Our past is gone,
We are washed by the precious blood of Jesus. He made us righteous. Children, do you know what is happening when you're using the word? Remember, you are in the spiritual realm. Watch this. Pray for the nation. Dear God, we know it is our duty to pray for the country. Lord, these are your children. Please forgive their sins and let their eyes be opened to see you. May they hear your voice as they make their decision. We ask all these in the name of your beloved Son, Jesus Christ. Do you know what is happening when you're praying in tongues? Watch this. He said, I'm going to show you how powerful your prayers are, Kevin. And he took me and we went to a place in the United States that I recognized as New Mexico. And I was standing on this mountain right above the missile range out there, the test facility. I recognize it because I fly over it a lot. And as we were standing there, he said, start praying, Kevin, in the Spirit. So I yielded and started praying in the Spirit. And as I did, he pointed and he says, now watch. And I saw the explosion. It looked like the atomic bomb detonation that had gone off in the 40s. It started to explode and this big plume went straight up into the air and it was all red and powerful. And the Lord said, he said, most Christians are looking for the spectacular. They look at this cloud, but he said the supernatural is the shock wave that's traveling along the ground. And I saw this shock wave go out about 30 miles and it was knocking everything over. And he said, see, Kevin, when you pray, your prayers are effective and it's moving mountains out of the way and you should never give up. ജീവൻ തന്ന സ്നേഹമേ കഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ
church, can we ask ourselves honestly if we are on the right track? I know it's hard and we can't live a righteous life in this world without God's help. But we know one thing for sure, that we can do it because He lives. So, can we all rise and sing the song together? Now, I invite Pastor George to share the word of God with us. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത്രയും സമയം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങൾ അവതരിപ്പിച്ചു. എത്രമാത്രം അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നെനിക്കറിയില്ല. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ ദൈവമുള്ളവരായി, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി വളർന്നു വരുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ നല്ല രീതിയിൽ അവർ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ചതായ നമ്മുടെ അധ്യാപകരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സൺഡേ സ്കൂളായിട്ട് അവർ ചില ദിവസങ്ങളായി അതിൻ്റെ പുറകെ വളരെ കഷ്ടപ്പെട്ടു. ഇത്രയും ക്രമീകരിപ്പാൻ തൊക്കൊണ്ട് ദൈവം അവരെ സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം എടുത്തു പറയാൻ കഴിയും, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടുവാൻ തൊക്കൊണ്ട് ആരും മടിക്കരുത്. നിശ്ചയമായിട്ട് അവിടെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് അഭ്യസനം കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് അവർ അഭ്യസിപ്പിക്കുന്നത് വീട്ടിൽ വന്നോടൊന്ന് റിവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് അവരെ ഈ ലോകത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. കർത്താവ് അവരെ ഉപയോഗിക്കും. ടീച്ചേഴ്സ് വളരെ കഠിനാധ്വാനം ചെയ്താണ് അവരെ നോക്കുന്നത്, അവരെ പഠിപ്പിക്കുന്നത്. വളരെ ഓരോരുത്തർക്കും വേണ്ടതായിരിക്കുന്ന കെയർ കൊടുത്ത്
അവരെ സൂക്ഷിക്കുകയും അവരെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ടീച്ചേഴ്സ്, നല്ല ഹെഡ് മാസ്റ്റർ, അവരെ ഓർത്ത് ഞാൻ പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് നമുക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ തീം എന്തായിരുന്നു? ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മൾ കേട്ടു, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മളിവിടെ കണ്ടു. കുഞ്ഞുങ്ങൾ അത് വളരെ നല്ല രീതിയിൽ പാട്ടുപാടിയും അവർ വാക്യങ്ങൾ പറഞ്ഞും അവർ നമ്മളെ കേൾപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അത് കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മിലൊക്കെയും അത് കായ്ക്കുവാനിടയായിത്തീരണം. ആ ഫ്രൂട്ട് നമ്മളുണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായ ജീവിതമായി തിരികെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഫ്രൂട്ട് നമ്മളില്ല എങ്കിൽ നമ്മൾ നോക്കി മറ്റുള്ളവർ എന്ത് പറയും? നമ്മിൽ നിന്ന് എന്താണ്, നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ളത്? ഒരു വിഷമായാൽ അതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കുന്ന ഫലം അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനിടയായിത്തീരും. അപ്പോൾ നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കുന്ന ഫ്രൂട്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാനായിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ദൈവമെതിരായിരിക്കുന്നതായ എന്നിൽ എന്താണ് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹല്ലേലൂയ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇത് ഇന്ന് രാത്രികാലം നമ്മൾ ഓരോരുത്തരും കാണുവാനിടയായെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാനും ആ ഫ്രൂട്ട് ദൈവം ആഗ്രഹിക്കുന്നതായ ആ ഫലം എന്നിലുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്ത് ഇന്ന് രാത്രികാലം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നതായ ഇതിൽ കൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ആത്മാവിൻ്റെ ഫലം നമ്മിൽ ഉണ്ടാകുവാൻ തൊക്കണം ഇടയായിത്തീരണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ആ ഒരു ഫ്രൂട്ടാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മളില്ല എങ്കിൽ, നമ്മിൽ നല്ല ഫലം നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ തൊക്കണം ഇടയായിത്തീരുന്നെങ്കിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. ഹല്ലേലൂയ. ദൈവത്തിനും പ്രയോജനമില്ല, നമുക്കും പ്രയോജനമില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. അതിനായി ദൈവത്തിൻ്റെ ബലമുള്ള ഭുജങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്രൂട്ട് നമ്മൾ ഉണ്ടാകണമെങ്കിൽ സ്തോത്രം, അതിന് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചുവെങ്കിൽ മാത്രമേ അതിനാവശ്യമായിരിക്കുന്ന നല്ല രീതിയിലുള്ളതായ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഫ്രൂട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വസിക്കണം. മുന്തിരിവള്ളിയിൽ വസിച്ചെങ്കിൽ മാത്രമേ ഒരു ഫ്രൂട്ടായിട്ട് തീരുവാൻ സാധിക്കത്തുള്ളൂ. ഫ്രൂട്ട് എവിടെ നിന്നാണ് വരുന്നത്? ചുമ്മാ ഉളവായി വരുന്നതല്ല ഒരു ഫ്രൂട്ട്. ഒരു വൃക്ഷം വളർന്നു വന്ന് അതിൽ നിന്ന് ഫ്രൂട്ടായിത്തീരുന്നു. അപ്പോൾ ഈ ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുവാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നതായ ഒന്നുണ്ട്. അത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നാലാം വാക്യം കൊണ്ട് വായിച്ചേട്ടാ മാമി. ആമേൻ. ഇവിടെ എഫേസ്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അപ്പോൾ ഈ ഫ്രൂട്ട് നമ്മിൽ കായ്ക്കണമെങ്കിൽ ഈ മരത്തിൽ അല്ലെങ്കിൽ ഈ വൃക്ഷത്തിൽ നമ്മൾ ഏതിൽ നമ്മളായിരിക്കുന്നുവോ ആ വൃക്ഷവും ഈ ഫ്രൂട്ടും നമ്മുടെ ഇടയ്ക്ക് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒന്നുണ്ട്, അനുസരണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നമ്മുടെ തീം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. നമ്മിൽ ആ ഫ്രൂട്ട് കായ്ക്കണമെന്നുണ്ടെങ്കിൽ, നമ്മിൽ ആ ഫ്രൂട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിമ്പിൽ ആരും അറിയാത്ത ഒരു വസ്തുതയാണ് അനുസരണം. അപ്പോസ്തലനായ പൗലോസ് ആണ് പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അനുസരണം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർ മക്കളായിരിക്കുന്നവർ, മക്കളെന്ന് പറഞ്ഞാൽ നമ്മളും മക്കളാണ് അല്ലേ? ഏത് പ്രായത്തിലാണെന്നാലും നമ്മളും മക്കൾ തന്നെയാണ്. സ്തോത്രം. അമ്മയപ്പന്മാരുടെ മക്കളാണ് ഏത് പ്രായത്തിലുള്ളവരും. കർത്താവ് അങ്ങനെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ഈ ഫ്രൂട്ട് നമ്മിൽ കായ്ക്കുവാൻ, ഈ ഫ്രൂട്ട് നമ്മിൽ നിലനിൽക്കുവാൻ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം അനുസരണമാണ്. അനുസരണമാണ് ഈ ഫ്രൂട്ടിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. അത് പുറത്തുനിന്ന് കാണുന്നതല്ല, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നതായ ഒരു വസ്തുതയാണ്. ഹല്ലേലൂയ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ.
ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ടെ. ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരണമെങ്കിൽ, നമുക്ക് ഫ്രൂട്ട്സ് കായ്ക്കണമെങ്കിൽ, നമ്മൾ ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ അനുസരണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒബേ യുവർ പേരൻസ്. പേരൻസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടെ വിശാലമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, പേരൻസ് മാതാപിതാക്കൾ മാത്രമല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളെ ആരൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ നയിക്കുന്നുവോ അവരൊക്കെയും ആ പേരൻസിൻ്റെ ഉള്ളിൽ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ടീച്ചേഴ്സായാലും സ്കൂളിലെ ടീച്ചേഴ്സായാലും പേരൻസായാലും ആരൊക്കെ ചർച്ചിലാണെങ്കിലും സ്തോത്രം നിങ്ങളെ നല്ല രീതിയിൽ നയിക്കപ്പെടുന്നവരൊക്കെയും നിങ്ങളുടെ പേരൻസായിട്ട് കണ്ടുകൊണ്ട് അവരെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അപ്പം ഈ അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. മോശയെ കൂടെ ദൈവം കൊടുത്തായിരിക്കുന്നതായ ആ കൽപ്പന, അതിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഹല്ലേലൂയ. അതിനെ ചുവട് പിടിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അപ്പോൾ അനുസരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നതായ ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് ഇല്ലാതെയും വന്നുകൊണ്ടിരിക്കുന്നതായ ഒന്നാണ്. സ്തോത്രം, മാതാപിതാക്കളെ അനുസരിപ്പാനോ അല്ലെങ്കിൽ സ്തോത്രം അവർ പറയുന്നതോ ടീച്ചേഴ്സോ എവിടെയും നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അനുസരണമില്ലാത്ത, അല്ലെങ്കിൽ എന്നെ അനുസരിക്കണമെന്ന് പറയുന്നതായിരിക്കും ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ തലമുറയുടെ മധ്യത്തിൽ നമ്മുടെ പൈതങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അവർക്കൊരു മാതൃകയായിരിക്കണം. സ്തോത്രം, നാം അവർക്ക് മാതൃകയായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ട ചുമതല നമ്മുടെയാണെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, ഒന്നാമത് നമ്മൾ ദൈവത്തെ അനുസരിപ്പാൻ തക്കവണ്ണം. ദൈവത്തെ അനുസരിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഒരു മാതൃകയായി ജീവിച്ച് അവരുടെ മുമ്പിൽ കാണിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുടുംബങ്ങളിൽ സ്തോത്രം എത്രമാത്രം നമുക്ക് മാതൃകയായിട്ട് കഴിയുവാൻ തൊക്കെ ഇടയായിത്തീരുന്നുണ്ട്. നമ്മളെ കാണുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു മാതൃക അവർക്ക് സ്വീകരിച്ച് ചെയ്യുവാൻ തൊക്കെ ഇടയായിത്തീരുന്നുണ്ടോ? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് ആവശ്യമായിരിക്കുന്നതായ മാതൃക കാണിച്ചു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല മാതാപിതാക്കളാകുന്നതായ നമ്മിലാണ് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മൾ ഈ ലോകം നമുക്കറിയാം വളരെ പ്രയാസകരമായ ഭയാനകരമായ ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്നത്തെ തലമുറയല്ല, കഴിഞ്ഞ തലമുറയല്ല, ഇന്നത്തെ തലമുറ, ഇനി അടുത്ത് വരാൻ പോകുന്നതായിരിക്കുന്നതായ തലമുറയുടെ അവസ്ഥ, അവർ വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിക്കുമെങ്കിൽ അവരേത് ലെവലിലായിരിക്കും എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളായിത്തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയെ വളർത്തുവാൻ നാം അനുസരണമുള്ളവരായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കുവാൻ അനുസരണമുള്ളവരായി പത്യോപദേശത്തിൽ വളർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ രാത്രികാലം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പാരെ കർത്താവിൽ അനുസരിപ്പീൻ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന. സ്തോത്രം. വാഗ്ദത്തമുള്ള ഒരേ ഒരു കൽപ്പന ഈ ഒരു കൽപ്പനയ്ക്കാണ്. ഹല്ലേലൂയ. വാഗ്ദത്തം ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന ഈ ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് സ്തോത്രം, അനുസരിക്കുവാൻ തക്കോണം നമ്മൾ കടംപെട്ടവരായിരിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അനുസരിക്കുവാൻ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ടീച്ചേഴ്സിനെ അനുസരിക്കുവാൻ തക്കോണം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം നിങ്ങളെ ഉയർത്തും. അതിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം അതാണ് ആദ്യ അവസാനം വരെയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അനുസരിക്കുക. സ്തോത്രം. പ്രായമായിരിക്കുന്നവർ ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ വചനത്തെ പ്രമാണിക്കുക. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ജീവിച്ചാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാകും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട്, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നാണ് അവർ നോക്കുന്നത്. നമ്മുടെ
നമ്മുടെ വാക്കുകളെക്കാൾ ഉപരി ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളെക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ട് അത് ചെയ്യുന്നതിന് അവൻ താല്പര്യപ്പെടുന്ന ഒരു തലമുറയാണിത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയുള്ള അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാവായി, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ തീരുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെ ജ്യോതിസുകളായി പ്രകാശിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് അതാണ് എന്നുള്ളതായിരിക്കുന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പൈതങ്ങളെ ആ രീതിയിൽ വളർത്തുവാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി, ദൈവത്തിൻ്റെ വചനം നിരന്തരം പഠിക്കുന്നവരായി, പഠിപ്പിക്കുന്നവരായി ജീവിപ്പാൻ തക്കോണം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മലയാളി എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് കൂടുതലുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. നമുക്ക് ആ ഒരു അനുഭവം അല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും മാത്യൂസ് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചർച്ച ഒരു യൂണീക്ക് ചർച്ച ആയിരിക്കണം. സ്തോത്രം. ദൈവം ഓരോരുത്തരെയും ഒരു യൂണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരവരുടേതായിരിക്കുന്ന കഴിവുകളുണ്ട്. ദൈവം ഓരോ ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ഈ കയ്യിൽ കാണുന്ന പോലെ 5 വിരലിനും 5 വലിപ്പമാണുള്ളത്, അല്ലേ? സ്തോത്രം. എൻ്റെ കയ്യിലോട്ടായിരുന്നു നോക്കണ്ട. സ്തോത്രം. നിങ്ങളുടെയൊക്കെ കയ്യിലോട്ട് നോക്കിയാൽ മതി. 5 വിരലും 5 വലിപ്പത്തിലാണ് ഇരിക്കുന്ന വിരലും. അപ്പോൾ സ്തോത്രം, ഈ വിരലിനെ കാണുമ്പോൾ ഒരു അസൂയ, അല്ലെങ്കിൽ ഇതെന്താ നീളമുള്ളൊരു വിരൽ, സ്തോത്രം, നടുക്കിയിരിക്കുന്നു, എല്ലാം കൊണ്ടും നല്ല തലയെടുപ്പോടെ നിൽക്കുന്നു. അപ്പോൾ ഈ ചെറുവിരൽ ഒരു പ്രയാസം. അവൻ കണ്ടോ നല്ല രീതിയിൽ നിൽക്കുന്നു, അവൻ നല്ല നീളമുണ്ട്, നല്ല തലയെടുപ്പുണ്ട്, എവിടെ നിന്നാലും അവനെ കാണാം, അവന് വിദ്യാഭ്യാസമുണ്ട്, അല്ലേ? ലോകപരമായ എല്ലാ കാര്യങ്ങളുമുണ്ട്, അവനെ എല്ലാവർക്കും കാണാം. എനിക്കും അവനെ പോലെ ആകണം, എനിക്കും അവനെ പോലെ ആകണം. ആ വിരൽ അതാ നല്ലത്. എന്നെ എന്തിനു കൊള്ളാം, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്കൊരു കഴിവുമില്ല, ഞാൻ കണ്ടില്ല ചെറുതായിട്ടിരിക്കുന്നു, എനിക്കൊരു പ്രയോജനമില്ല എന്നുള്ളതായിരിക്കുന്നതായ ആ ചിന്ത ഭരിക്കുകയും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അണിവിരൽ വിചാരിച്ചു, എന്നാൽ ഞാൻ ഇന്നൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഉപവസിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ഒരു പ്രയോജനം നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പരാതിയായി, പ്രയാസങ്ങളായി. സംഭവിക്കുമോ? എന്ത് ചെയ്താലും അത് സംഭവിക്കുകയില്ല. കാരണം ദൈവം ആ വിരലിനെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ്. ഹല്ലേലൂയ. നടുവിരലിനെ സൃഷ്ടിച്ചത് ആ രീതിയിലാണ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഓരോ പ്ലാനിലും പദ്ധതിക്കും അനുസരിച്ചാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നത്. എത്ര കാലം നമ്മൾ ഇവിടെ ആയിരിക്കണം എന്നുള്ളതും നിശ്ചയിക്കുന്നത് ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടോ, ആ കൊച്ചിനെ കണ്ടോ? സ്തോത്രം. ആ മക്കളുടെ മാർക്കുകളോ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളോ ഇങ്ങോട്ട് വന്ന് പറയുന്നോടനെ അപ്പുറത്തെ കൊച്ചിന് എത്ര ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അതങ്ങോട്ട് വിട്ടേച്ച്, സ്തോത്രം, നമ്മുടെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതിന് സ്തോത്രത്തോടെ സ്വീകരിക്കുവാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്ത പരിപാടി അങ്ങ് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവം അവർ കൊടുത്തിരിക്കുന്നതായ കഴിവിനനുസരിച്ച് അവൾ വളർന്നു വരുവാൻ. നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയോ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയോ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അവർക്ക് ദൈവം ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ കഴിവിനനുസരിച്ച് അവർ വളർത്തിക്കൊണ്ട് വരിക. അവരുള്ളതായിരിക്കുന്നതായ എന്താണ് ദൈവം കൊടുത്തിരിക്കുന്നതായ കഴിവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതല. കാരണം കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലേ? അവർ ദൈവത്തിൻ്റെ വകയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ട് വരിക. അവർക്ക് കഴിവ് കൊടുക്കുന്ന ദൈവമാണ്. എന്നാൽ അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടതായ അവരിൽ ദൈവം എന്താണ് കഴിവ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കി അവരെ വളർത്തി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുവാനായിട്ടാണ് ദൈവം അവരെ നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്തോത്രം, ഈ താരതമ്യവും കമ്പാരിസണും ഒക്കെ നിർത്തിയിട്ട് കുഞ്ഞുങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപയിലേക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദിവസം തോറും, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഈ ലോകത്തിന് അവരൊരു മാതൃകയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ.
അങ്ങനെ മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ തൊക്കണം ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ നമ്മളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം, ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്തോത്രം, അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ ഫലം കായ്ക്കുന്നവരായിട്ട്, ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരായിട്ട് നാം തീരുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനും ഇടയായിത്തീരണം. അതിനൊന്നാമതുമായിട്ട് ഞാൻ പറഞ്ഞത് അനുസരണമുള്ളവരായിരിക്കുക. ദൈവത്തെ അനുസരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മളെയോ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുവാൻ, കമ്പയർ ചെയ്യുവാൻ ഒരു കാരണവശാലും ഇടയാകാതെ. ദൈവം എന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവമാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത് എങ്കിൽ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്നെ നീളം കുറഞ്ഞവനായിട്ട് സൃഷ്ടിച്ചുവെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്നെ ഉയരമുള്ളവനായിട്ട് സൃഷ്ടിച്ചുവെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം തന്നുള്ളൂവെങ്കിൽ അതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കൂടുതൽ വിദ്യാഭ്യാസം തന്നുവെങ്കിൽ അതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് ധാരാളം പണം തന്നുവെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിക്ക് പണം കുറവാണ് തന്നുവെങ്കിൽ അതിനും ദൈവ ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അവരുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എന്നാൽ ഓരോ അവയവത്തിൻ്റെയും ഉപയോഗം ഒന്നല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ക്രിസ്തു തലയും ശരീരമാകുന്നതായിരിക്കുന്ന സഭയും. അപ്പോൾ ദൈവം ഓരോരുത്തരെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ നിലയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക, അനുസരിക്കുക, കീഴ്പ്പെടുക എന്നുള്ളതായിരിക്കുന്നതായ ഒരു വലിയ സന്ദേശമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കാലം നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് അതിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളതിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമെങ്കിൽ ഈ ലോകത്തിന് വെളിച്ചങ്ങളായിട്ട് ശോഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചങ്ങളായി തീരണമെങ്കിൽ ക്രിസ്തുവിനെ അനുസരിച്ച് ഹല്ലേലൂയ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയാതെ കർത്താവേ നീ എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിരിക്കുന്നതായ ആ പ്രാർത്ഥനയോടുകൂടെ കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കുകയും അതനുസരിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങൾക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുവാനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിൽ നമുക്ക് ഓരോരുത്തർക്കും എടുക്കപ്പെടുവാനും ഇടയായിത്തീരണം. നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണ്. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആ യേശുവിനെ കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത്രത്തോളം പാടുപെട്ട് ഈ ദിവസങ്ങളൊക്കെയും വളരെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നത്. വാക്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്, എന്നാൽ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ രീതി അവർ ചെയ്യുമ്പോൾ ഇതവർ മറക്കുകയില്ല. ഹല്ലേലൂയ. ഇതുവരെ മറക്കുകയില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ അവരെ വളർത്തുവാൻ കൊണ്ട് ശ്രമിക്കുന്നത്. അതിനായിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇനിയും സൺഡേ സ്കൂളിൽ അയക്കാതെ വീടുകളിരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കാതെ കൃത്യസമയത്ത് സൺഡേ സ്കൂളിൽ എത്തിക്കുവാനും അവരെ പഥ്യോപദേശത്തിൽ ദൈവികമായിരിക്കുന്നതായ ആലോചനയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമെങ്കിൽ അതിലപ്പുറം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. സ്തോത്രം. നമ്മൾ എഞ്ചിനീയേഴ്സ് ആക്കാനും ഡോക്ടേഴ്സ് ആക്കാനും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുവാൻ, വചനം അവർക്ക് കൊടുക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ എത്രമാത്രം നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരു താല്പര്യം കൊടുത്താട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Praise the Lord. I want to hear praise the Lord. നമ്മളിവിടെ വന്നിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ ഉള്ള വ്യത്യാസങ്ങൾ ഓരോന്ന് വരുന്നത് നമ്മുടെ ഈ സ്പിരിച്വലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വ്യത്യാസവും അതിന് മുമ്പുള്ളതും വളരെ വ്യത്യാസമാണ്. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ആ സന്തോഷം, ആ പിള്ളേർ തമ്മിലുള്ളൊരു സ്നേഹവും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എല്ലാവരും വരുവാനായിട്ട് അത് കാണിച്ച വലിയൊരു സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദിയോട് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ പിള്ളേർ CFCയുടെ സ്ക്രിപ്ചർ ക്ലാസ്